Good morning. Laminas with variable density, center of mass. If rho is a constant density, mass per unit area, density means mass per unit area, then the mass of the lamina coinciding with the region bounded by the graphs of y is equal to f of x, the x-axis and the line x equal to a and x equal to b is ms equal to limit norm p tends to 0 summation k equal to 1 to n p f x k star into delta x k, that is equal to integral a to b rho f of x dx. Because rho into f of x k star delta x k, you are summing up this product and taking limit norm p tends to 0, then it is nothing but integral a to b rho f of x dx. So rho, if rho എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഡെൻസിറ്റി ആണ്, അതായത് മാസ് പെർ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ, then mass of the lamina coinciding with the region bounded by the graphs of y is equal to f of x, the x-axis and the line x equal to a and x equal to b is ms equal to limit norm p tends to 0. ഈ ഫോർമുലയ്ക്ക് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. സമ്മേഷൻ k equal to 1 to n rho f of x k star delta x k, that is equal to integral a to b rho f of x dx. That is equation number 8. So if a lamina corresponding to a region R has a variable density rho xy, where rho is non-negative and continuous on R, then analogous to 8 we define its mass m by the double integral. സോ നമ്മുടെ ഈ ലാമിന കറസ്പോണ്ടിങ് ടു ദ റീജിയൻ ആറിന് ഒരു വേരിയബിൾ ഡെൻസിറ്റി ആണ് വരുന്നത് റോ എക്സ് വൈ, അതായത് ഇവിടെ 2 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റോ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഈ ഫോർമുലയ്ക്ക് അനലോഗസ് ആയിട്ടുള്ള ഒരു ഡബിൾ ഇൻറ്റഗ്രൽ ഫോർമുല വരും. അതെന്ന് പറയുന്നത് എം എസ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 summation k equal to 1 to n rho of x k star y k star into delta a k ആണ്. അതെന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ ആണ്. The coordinates of the center of mass of the lamina are then x bar is equal to my by m and y bar is equal to mx by m ആണ്. വേറെ എം വൈ എന്താണ് എം എക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എം വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് റോ പി ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് റോ എക്സ് വൈ ഡി എ ആണ്. അതുപോലെ എം എക്സ് എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ വൈ ഇൻറ്റു റോ എക്സ് വൈ ഡി എ ആണ്. സോ ഇതൊക്കെ ജസ്റ്റ് ഫോർമുലാസ് ഇതേപോലെ ബൈ ഹാർട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ആദ്യം മൊമെന്റ്സ് ഓഫ് ഇനേർഷ്യ, ഇതെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് വരുന്നത് ഓഫ് ദി ലാമിന അബൌട്ട് ദി വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി ആണ്. പിന്നെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈസ് ദി പോയിന്റ് വേർ വി കൺസിഡർ ഓൾ ദി മാസ് ഓഫ് ദി ലാമിന ടു ബി കോൺസെൻട്രേറ്റഡ്. അപ്പം ലാമിനയുടെ എല്ലാ മാസും കോൺസെൻട്രേറ്റഡ് ആയി വരുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ്. അതൊക്കെ ഫിസിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഇഫ് റോ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് ഈസ് കോൾഡ് സെൻട്രോയിഡ് ഓഫ് ദി ലാമിന. അപ്പോൾ റോ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ സെന്റർ ഓഫ് മാസിനെ സെൻട്രോയിഡ് ഓഫ് ദി ലാമിന എന്ന് വിളിക്കും. ഇനി സെന്റർ ഓഫ് മാസ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. A lamina has the shape of the region in the first quadrant that is bounded by the graphs of y is equal to sin x, y is equal to cos x between x equal to 0 and x equal to pi by 4. So find its center of mass if the density is rho of xy is equal to y. So നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു ലാമിനയ്ക്ക് എന്തുണ്ട്? ഹാസ് ദി ഷേപ്പ് ഓഫ് ദി റീജിയൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ദാറ്റ് ഇസ് ബൗണ്ടഡ് ബൈ ദി ഗ്രാഫ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ സൈൻ എക്സ് ആണ്. അതുപോലെ വൈ ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്ന വൈ ഈക്വൽ ടു സൈൻ എക്സിൻ്റെയും വൈ ഈക്വൽ ടു കോസ് എക്സിൻ്റെയും അതാണ് ഇവിടെ ഗ്രാഫ് കാണിക്കുന്നത്. വൈ ഈക്വൽ ടു കോസ് എക്സ്, വൈ ഈക്വൽ ടു സൈൻ എക്സ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ് ആൻഡ് എക്സ് ഈക്വൽ ടു പൈ ബൈ 4 ആണ് ഈ ലൈൻ. എക്സ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറയുന്നതാണ് ഈ ലൈൻ.
സോ ഈ ലൈനിൻ്റെയും ഈ രണ്ട് ഗ്രാഫിൻ്റെ ലൈനിൻ്റെയും ഇടയിൽ വരുന്ന ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റി തന്നിട്ടുണ്ട് y ആണ്, റോ ഓഫ് എക്സ് വൈ ഇസ് y. സോ ഫ്രം ദി ഫിഗർ, ഇതാണ് ഫിഗർ. നമ്മൾ y ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു, y ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. ബിറ്റ്വീൻ ദി റീജിയൻ x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു π/4. സോ ഈ രണ്ട് ഗ്രാഫും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പം x ഈക്വൽ ടു π/4, y ഇസ് ഈക്വൽ ടു √2/2 എന്ന് പറയുന്ന പോയിന്റിലാണ്. x ഈക്വൽ ടു π/4 y ഈക്വൽ ടു cos എക്സും y ഈക്വൽ ടു സൈൻ എക്സും ആണ്. സോ ഈ പോയിന്റിലാണ് ഈ രണ്ട് ഗ്രാഫും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. നൗ വി സീ ദാറ്റ് എം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഫോർമുല ഓൾറെഡി അറിയാം, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ബൈ ഡി എ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ബൈ ഡി എ ആണ്. കാരണം ഇവിടെ ഡെൻസിറ്റിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റോ ഓഫ് എക്സ് വൈക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഈ ഫോർമുലയാണ്. ഈ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ. റോ ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ ആയത് കാരണം നമുക്ക് എന്ത് കിട്ടി? ഇതെന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ ഡി എ എന്ന് വന്നു. ഇനി നമ്മൾ വാല്യൂസ് എക്സ് 0 മുതൽ π/4 വരെയാണ് വേരി ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ 0 ടു π/4 എക്സിൻ്റെ ആണ്. അത് ഔട്ടർ മോസ്റ്റ് ഇൻ്റഗ്രലിൽ എഴുതി. ഇന്നർ മോസ്റ്റ് ഇൻ്റഗ്രലിൽ വൈ വേരി ചെയ്യുന്നത്, y ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആയിട്ടാണ് y വേരി ചെയ്യുന്നത്. സോ ഇത് ഒരു ടൈപ്പ് 1 റീജിയൻ ആണല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് ടു കോസ് എക്സ് y dy dx. സോ ഫസ്റ്റ് നമ്മൾ ഇന്നർ മോസ്റ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നർ മോസ്റ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഔട്ടർ മോസ്റ്റ് ഇൻ്റഗ്രലിൽ നിങ്ങൾ അതേപോലെ എഴുതി വെച്ചു, ഇൻ്റഗ്രൽ 0 ടു π/4. ഇന്നർ മോസ്റ്റ് ഡി എക്സ് അത് അവിടെ എഴുതി വെച്ചു. ഇന്നർ മോസ്റ്റ് ഇൻ്റഗ്രൽ y dy എന്ന് പറയുമ്പോൾ y²/2 ആണ്. വിത്തിൻ ദ ലിമിറ്റ് സൈൻ എക്സ് ടു കോസ് എക്സ് ആണ്. വൈന് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1/2 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 ടു π/4 വാല്യൂ കൊടുക്കുമ്പോൾ cos² മൈനസ് sin² dx. അത് നമുക്കറിയാം, ട്രിഗ്നോമെട്രിയിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. cos 2x എന്ന് പറയുന്നത് എന്താണ്? cos² മൈനസ് sin² ആണ്. ഓക്കെ, സോ ഡബിൾ ആംഗിൾ ഫോർമുല എന്നാണ് നമ്മൾ അതിന് പറയുക. അത് നമ്മൾ +2 പഠിക്കുന്ന ട്രിഗ്നോമെട്രിക് ഫോർമുലാസിൽ വരുന്നതാണ്. സോ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ cos² മൈനസ് sin² dxനെ എങ്ങനെ എഴുതാൻ പറ്റും? cos 2x ആക്കി എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/4. cos² മൈനസ് sin² ഇസ് നത്തിങ് ബട്ട് cos 2x dx. ഇനി cos 2xനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. എന്താണ് ഇൻ്റഗ്രൽ cos 2x? ദാറ്റ് ഇസ് sin 2x/2 ആണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ sin 2x/2. ആ /2ഉം ഈ 1/2ഉം കൂടെയാണ് ഈ 1/4 ആയത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു sin 2x വിത്തിൻ ദ ലിമിറ്റ് 0 ടു π/4. ഈ ലിമിറ്റ് കൊടുക്കുകയാണ് 0 ടു π/4. ഇൻ്റഗ്രൽ cos 2x എന്ന് പറയുന്നത് sin 2x/2 ആണ്. ആ /2ഉം ഈ 1/2ഉം കൂടെ ഈ 1/4 ആയി. അടുത്തത് sin 2x ഉണ്ട്, 0 ടു π/4 ആണ് ലിമിറ്റ്. ഇനി ലിമിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? sin 2 ഇൻറ്റു π/4 എന്ന് പറയുമ്പോൾ sin π/2 മൈനസ് sin 0 വരും. sin π/2 എന്ന് പറയുമ്പം 1 ആണ്. സോ 1 മൈനസ് 0 1 വരും. 1 ഇൻറ്റു 1/4 1/4 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ നമുക്ക് എം എന്ന് പറയുന്ന മാസ് 1/4 ആണെന്ന് കിട്ടി. Now my is equal to double integral over r x y dA ആണ്. അതായത് x ഇൻറ്റു റോ ഓഫ് എക്സ് വൈ ഡി ആണ്. നമ്മളിവിടെ ഫോർമുല കണ്ടു. my is equal to double integral over r x into rho of xy dA. Here rho of xy is equal to y. So my is equal to double integral over r xy dA എന്ന് വരും. അപ്പം ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ എക്സ് എന്ന് പറയുന്നത് 0 ടു π/4 ആണ് വേരി ചെയ്യുന്നത്. സോ അതിൻ്റെ dx പുറത്താണ്, ഔട്ടർ മോസ്റ്റ് ഇൻ്റഗ്രൽ ആണ്. ഇന്നർ മോസ്റ്റ് ഇൻ്റഗ്രൽ y ആണ് വേരി ചെയ്യുന്നത്, ഇൻ്റഗ്രൽ sin x ടു cos x. അതുകൊണ്ട് dy അതിനെ അടുത്തെഴുതി, ഇന്നർ മോസ്റ്റ് ഇൻ്റഗ്രൽ അടുത്തെഴുതി, ഫംഗ്ഷൻ അതേപോലെ എഴുതി xy. ഇനി ഫസ്റ്റ് ഇന്നർ മോസ്റ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. ആ സമയത്ത്
വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വിൽ ബി ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റൻറ്റ്. സോ എക്സിനെ അതേപോലെ എഴുതി ഇൻ്റഗ്രൽ വൈ ഡി വൈ എന്താണ് y²/2 ആണ്. സോ അതാണ് 1/2 xy² എന്ന് വന്നത്. അതിന് ലിമിറ്റ് എഴുതി sin x to cos x ആണ്. ഔട്ടർ മോസ്റ്റ് ഇൻ്റഗ്രലിന് അതേപോലെ എഴുതി, ഒരു ചേഞ്ചും വരുത്തിയില്ല. ഇൻ്റഗ്രൽ 0 to π/4 1/2 xy² വിത്തിൻ ദ ലിമിറ്റ് sin x to cos x dx. ഇനി 1/2 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to π/4 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. ആർക്കാ ലിമിറ്റ് കൊടുക്കുക? വൈനാണ് ലിമിറ്റ് കൊടുക്കുക. കാരണം വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട്. അപ്പം അതിലുള്ള ലിമിറ്റ് വൈനാണ് കൊടുക്കേണ്ടത്. എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. വൈന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതുപോലെ cos² x മൈനസ് sin² x വരും. അതെന്ന് പറയുന്നത് cos 2x ആണ്. നേരത്തെ കണ്ട ഡബിൾ ആംഗിൾ ഫോർമുല, ഈ ഡബിൾ ആംഗിൾ ഫോർമുല അല്ലേ, അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ എക്സിന് അതേപോലെ എഴുതി, ഈ ലിമിറ്റ് കൊടുത്ത റിസൾട്ട് cos 2x dx എഴുതി. ഇനി ഇത് സാധാ ഇൻ്റഗ്രേഷൻ നിങ്ങൾക്കറിയാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഫോർമുല എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും +2-ലൊക്കെ. സോ ആ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. അത് ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. ദറ്റ് ഈസ് ഈക്വൽ ടു 1/4 x sin 2x പ്ലസ് 1/8 cos 2x എന്ന് വരും. വിത്തിൻ ദ ലിമിറ്റ് 0 to π/4. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ യു ക്യാൻ ആസ്ക് മീ പേഴ്സണലി, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്ത് തരും. സോ ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു 1/4 x sin 2x പ്ലസ് 1/8 cos 2x എന്ന് വരും. ലിമിറ്റ് കൊടുക്കുക 0 to π/4. ഇനി ഈ ലിമിറ്റ് എക്സിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത് റെഡ്യൂസ് ചെയ്ത് വരും. π മൈനസ് 2/16 എന്ന് വരും. സോ my നമുക്ക് കിട്ടി. സിമിലർലി mx കണ്ടുപിടിക്കാം. mx എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ r y ഇൻറ്റു റോ ഓഫ് എക്സ് വൈ ഡി എ ആണ്. സോ y ഇൻറ്റു ഇവിടെ റോ ഓഫ് എക്സ് വൈ വൈ ആയത് കാരണം നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ r y² ഡി എ എന്ന് വരും. സെയിം ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ തന്നെയാണ് വരുന്നത്, y² dy dx. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇന്നർ മോസ്റ്റ് ഇൻ്റഗ്രൽ വാല്യൂറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ y² dy ആണ്. y² dy ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു y³ ആണ്. y³/3 അതിൽ 1/3 പുറത്ത് എഴുതി. y³ നിങ്ങൾ ലിമിറ്റ് കൊടുക്കുകയാണ്. വിത്തിൻ ദ ലിമിറ്റ് sin x to cos x ആണ്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് cos³ x മൈനസ് sin³ x dx. പുറത്തുള്ള ഇൻ്റഗ്രൽ അവിടെ തന്നെ ഉണ്ട്. നൗ 1/3 ഇൻറ്റു ഇതിന് cos³ x നിങ്ങൾക്ക് cos x ഇൻറ്റു cos² x എന്ന് എഴുതിക്കൂടെ? അത് cos³ x ആണല്ലോ. സോ cos x ഇൻറ്റു cos² x. cos² x എന്ന് പറയുന്നത് 1 മൈനസ് sin² x ആണ്. കാരണം cos² x പ്ലസ് sin² x 1 ആയത് കാരണം ഇവിടെ cos x ഇൻറ്റു cos² x എന്ന് എഴുതുമ്പോൾ cos² x നമുക്ക് 1 മൈനസ് sin² x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ sin³ x നിങ്ങൾക്ക് sin x ഇൻറ്റു sin² x എന്ന് എഴുതാം. അതിൽ sin² x പകരം 1 മൈനസ് cos² x എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം sin² x പ്ലസ് cos² x 1 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് sin² x വേണ്ടിയിട്ടും cos² x വേണ്ടിയിട്ടും ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഫോർമുല എഴുതാം. cos x ഇൻറ്റു 1 മൈനസ് sin² x മൈനസ് sin x ഇൻറ്റു 1 മൈനസ് cos² x dx. ദിസ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു, ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ cos x എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് sin x ആണ്. മൈനസ് 1/3 ഇൻറ്റു sin³ x വരും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ്. പ്ലസ് cos x മൈനസ് 1/3 cos³ x. ഈ ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ cos x sin² x dx എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. ഇപ്പോൾ sin x ഈക്വൽ ടു u എന്ന് കൊടുക്കുക. സോ അതിൻ്റെ ഡെറിവേറ്റീവ് cos x dx ഈക്വൽ ടു du എന്ന് വരും. സോ ഇൻ്റഗ്രൽ u² du എന്ന് വരും. അത് u³ 3 ആണ്. യുവിനെ റീപ്ലേസ് ചെയ്യുക. u എന്ന് പറയുന്നത് sin x ആണ്. അപ്പോൾ sin³ x/3 എന്ന് വരും. പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ cos x ആണ്. ഇതിനെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ 1/3 cos³ x എന്ന് കിട്ടും. ലിമിറ്റ് 0 to π/4 ആണ്.
സോ ഇതിൽ ലിമിറ്റ് കൊടുക്കുക, റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 5√2 - 4/18. ഹെൻസ് ഫ്രം 10, ഇക്വേഷൻ നമ്പർ 10 ഉണ്ടല്ലോ ഇവിടെ, ഇക്വേഷൻ നമ്പർ 10, കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് ദി ലാമിന എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു my/mu ആണ്, y ബാർ ഇസ് ഈക്വൽ ടു mx/mu ആണ്. നമ്മൾ myയും mxും കണ്ടുപിടിച്ചു, എമ്മും കണ്ടുപിടിച്ചു. സോ കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫ്രം ഇക്വേഷൻ 10, എക്സ് ബാർ ഇസ് ഈക്വൽ ടു my/m ആണ്. myയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബൈ m, അതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.29 ആണ്. സിമിലർലി y ബാർ എന്ന് പറയുന്നത് mx/m ആണ്. mxന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡിവൈഡഡ് ബൈ m. സോ അത് അപ്രോക്സിമേറ്റ്ലി 0.68 ആണ്. Thus, the center of mass has the approximate coordinates 0.29 and 0.68. അപ്പോൾ center of massന്റെ approximate coordinates നിങ്ങൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നാണ് നോക്കുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, the integrals mx and my in Levin are also called the first moments of a lamina about the x-axis and y-axis respectively. So ഈ mxനെയും myയിലെയും ഉള്ള ഇൻറ്റഗ്രൽസിനെ നമ്മൾ ഫസ്റ്റ് മൊമെന്റ്സ് ഓഫ് എ ലാമിന അബൌട്ട് ദി x-axis and y-axis respectively എന്ന് പറയാറുണ്ട്. The so-called second moments of a lamina or moments of inertia about the x and y axis are in turn defined by the double integrals Ix is equal to double integral over r y square into rho of xy dA and Iy is equal to double integral over r x square into rho of xy dA. ഈ ഫോർമുലാസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യാം. സോ ഇതാണ് സെക്കൻഡ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. A moment of inertia is the rotational equivalent of mass. For translational motion, kinetic energy is given by k is equal to half mv square. ഇതൊക്കെ ഫിസിക്സിൽ നമ്മൾ ഓൾറെഡി +2 പഠിച്ച സംഭവങ്ങളല്ലേ. k is equal to half mv square ആണ് കൈനറ്റിക് എനർജി. വേറെ m എന്ന് പറയുന്നത് മാസും v എന്ന് പറയുന്നത് എന്തിൻ്റെ വെലോസിറ്റി, ലീനിയർ സ്പീഡും ആണ്. So the kinetic energy of a particle of mass m rotating at a distance r from an axis is k is equal to half mv square, that is equal to half m into r omega square, that is equal to half mr square omega square, that is equal to half I omega square, where I എന്ന് പറയുന്നത് mr square is the moment of inertia about the x-axis of rotation and omega എന്ന് പറയുന്നത് അതിൻ്റെ ആംഗുലർ സ്പീഡാണ്. ഇതൊക്കെ ജസ്റ്റ് ഫിസിക്സിലുള്ള കാര്യങ്ങൾ അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നല്ലോ. നമുക്ക് ജസ്റ്റ് ആ ഫോർമുല, അതായത് നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ ആണ് നമ്മുടെ എയിം. സോ ആ ഡബിൾ ഇൻ്റഗ്രേഷൻ ഉള്ള ഫോർമുല പഠിക്കാം, പ്രോബ്ലംസ് ചെയ്യാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നു. ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി വൈ ആക്സിസ് ഓഫ് എ തിൻ ഹോമോജീനിയസ് ഡിസ്ക് ഓഫ് മാസ് എം ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിലുള്ള ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സിസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ സിൻസ് ദ ഡിസ്ക് ഇസ് ഹോമോജീനിയസ്, ഇറ്റ്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഹോമോജീനിയസ് ആയത് കാരണം ത്രൂ ഔട്ട് അതിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ദറ്റ് ഈസ് ഈക്വൽ ടു m/πr സ്ക്വയർ ആണ് ഡെൻസിറ്റി. മാസ് ബൈ യൂണിറ്റ് ഏരിയയാണ് ഡെൻസിറ്റി. πr സ്ക്വയർ ആണല്ലോ ഡിസ്കിൻ്റെ ഏരിയ. സോ m/πr സ്ക്വയർ കോൺസ്റ്റന്റ് ഡെൻസിറ്റി ആണ് വരുന്നത്. സോ ഇക്വേഷൻ 12 നിന്ന് നമുക്ക് Iy എന്ന് പറയുന്നതിൻ്റെ ഫോർമുല അറിയാം. Iy എന്തായിരുന്നു ഫോർമുല? Iy is equal to double integral over r x square into rho of xy dA. സോ ആ ഫോർമുലയിൽ Iy is equal to double integral over r x square into rho of xy എന്നുള്ളതിന് പകരം m/πr സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക dA. സോ ദിസ് is equal to m/πr സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽസിന് വാല്യൂ കൊടുക്കുകയാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് -r-ൻ്റെയും r-ൻ്റെയും ഇടയിലാണ് വേരി ചെയ്യുന്നത്. ഡിസ്ക് ആണല്ലോ, സർക്കുലർ ഡിസ്ക് അല്ലേ. സോ -r to r, ഒരു ആർബിട്രറി r-ആണ് നമ്മൾ എടുക്കുന്നത് റേഡിയസ്. -r to r-ഉം y എന്ന് പറയുന്നത്, അതായത് ഇതിൽ നിന്ന് നമുക്ക് x² + y² = r² ആണ്
ഡിസ്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ വൈനെ സോൾവ് ചെയ്തെടുക്കുക. ഈ ഇക്വേഷൻ ഓഫ് ഡിസ്കിൽ നിന്ന് വൈനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ y is equal to plus root of r square minus x square y is equal to minus root of r square minus x square വരും. സോ ഡബിൾ ഇൻറ്റഗ്രൽസിൽ നമ്മൾ വൈൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു പ്ലസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് വൈൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇന്നർമോസ്റ്റ് ഇൻറ്റഗ്രലാണ് വൈ വരുന്നത്. ഇതൊരു ടൈപ്പ് 1 റീജിയനായി നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. എക്സ് ബിറ്റ്വീൻ ടു കോൺസ്റ്റൻസ് ആൻഡ് വൈ ഇസ് വേരിങ് ബിറ്റ്വീൻ ടു കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓഫ് എക്സ്. സോ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എക്സ് വേരിങ് ബിറ്റ്വീൻ മൈനസ് ആർ ആൻഡ് ആർ. ഔട്ടർ മോസ്റ്റ് ഇൻറ്റഗ്രലാണ് ഡി എക്സ് പുറത്തെഴുതി. ഇന്നർമോസ്റ്റ് ഇൻറ്റഗ്രൽ വൈ ആണ് വേരി ചെയ്യുന്നത്. സോ ഡി വൈ അതിൻ്റെ അടുത്തെഴുതി. ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഉണ്ട്. എം ബൈ പൈ ആർ സ്ക്വയർ ഇസ് കോൺസ്റ്റൻറ്റ് അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ പുറത്തെഴുതി. നൗ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇസ് ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റൻറ്റ്. സോ എക്സ് സ്ക്വയറിന് അതേപോലെ എഴുതി. ഇൻറ്റഗ്രൽ ഡി വൈ എന്ന് പറയുന്നത് വൈ ആണ്. സോ വൈ വിത്തിൻ ദി ലിമിറ്റ് ഈ ലിമിറ്റ് ആണ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ രണ്ട് മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് 2 ടൈംസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കിട്ടും. ആ 2 ആണ് ഈ പുറത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2m ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ആർ ടു ആർ. ഇത് ഔട്ടർ മോസ്റ്റ് ഇൻറ്റഗ്രലിന് അതേപോലെ എഴുതി. എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രേഷൻ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഡി എക്സ്. ഇനി നമ്മളിവിടെ ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുന്നത്. എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ റൂട്ടിൻ്റെ ഉള്ളിൽ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അതിൽ ആർ സ്ക്വയർ കോമൺ റൂട്ടിൻ്റെ ഉള്ളിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. സോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് അതെന്ത് വന്നു? ആർ കോസ് തി റൂട്ട് ഓഫ് അപ്പോൾ ഇത് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇൻറ്റഗ്രൽ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് പറയുമ്പം എക്സ് മൈനസ് ആർ ടു ആർ വേരി ചെയ്യുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു ആണ് വേരി ചെയ്യുന്നത്. കാരണം എക്സ് ഇസ് ഈക്വൽ ടു ആർ ആവുമ്പം ആർ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 വരും. സൈൻ തീറ്റ എപ്പോഴാണ് 1 ആവുക? തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ആകുമ്പോൾ. സോ വെൻ എക്സ് ഈക്വൽ ടു ആർ തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു. വെൻ എക്സ് ഈക്വൽ ടു മൈനസ് ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? -1 വരും. അതായത് തീറ്റ മൈനസ് പൈ ബൈ ടു. സോ ഇവിടെ ആറിൻ്റെ ലിമിറ്റ് മാറും. ആറിന് പകരം നമ്മൾ തീറ്റ ആയിട്ട് കൊടുക്കുന്നത്. സോ തീറ്റയുടെ ലിമിറ്റിൽ എഴുതുക. സോ തീറ്റ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. Now this is equal to mr square by 2 pi. This is nothing but sin 2 theta എന്ന് പറയുന്നത് 2 sin theta cos theta ആണ്. സോ ഇതിനെ നമുക്ക് sin square theta sin theta cos theta whole square എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതിനെ നമുക്ക് sin 2 theta by 2 the whole square എന്ന് എഴുതാം. അപ്പോൾ അത് 4 ആവും ഡിനോമിനേറ്ററിൽ. അപ്പോൾ മേലത്തെ 2 കൂടെ ക്യാൻസൽ ചെയ്തിട്ട് താഴെ ഒരു 2 വരും. സോ mr square by 2 pi integral minus pi by 2 to pi by 2 sin 2 theta whole square, that is sin square 2 theta d theta, that is equal to mr square by 4 pi integral minus pi by 2 to pi by 2. Okay, cos 2 theta double integration formula എന്ന് പറഞ്ഞാൽ cos 2 theta is equal to 1 minus 2 sin square theta ആണ്. സോ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 minus 2 sin square theta ആണ് cos 2 theta. അപ്പോൾ ആ 2 തീറ്റയുടെ സ്ഥലത്ത് ഇവിടെ നമുക്ക് 4 തീറ്റ ഡബിൾ ആംഗിൾ ഫോർമുലയിൽ ഇങ്ങനെ വരും. സോ ദിസ് ഈക്വൽ ടു mr സ്ക്വയർ ബൈ 4 പൈ ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. നമ്മൾ +2 പഠിച്ചിട്ടുണ്ടല്ലോ cos 2 തീറ്റ ഈക്വൽ ടു 1 minus 2 sin square തീറ്റ. സോ അതിൽ ഇവിടെ തീറ്റയുടെ സ്ഥലത്ത് 2 തീറ്റയാണ് വരുന്നത്. സോ ഇവിടെ cos 4 തീറ്റ ആവും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും mr സ്ക്വയർ ബൈ 4 പൈ ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 1 minus cos 4 തീറ്റ ഡി തീറ്റ.
നൗ ഇതിനെ സാധാ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. സോ ഫൈനലി യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/4 mr². ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. Radius of gyration of a lamina of mass m and the moment of inertia I about an x-axis is defined by rg. So radius of gyration of a lamina of mass m and moment of inertia I about an axis is defined by rg is equal to root of I by m. I എന്ന് പറയുന്നത് moment of inertia ആണ്, m അതിൻ്റെ mass ആണ്. So rg, radius of gyration, is equal to square root of I by m. Since equation 13 implies that I is equal to mr square, so ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ I is equal to mrg square എന്ന് വരും. The radius of gyration is interpreted as the radial distance the lamina considered as a point mass can rotate about the x-axis without changing the rotational inertia of the body. In example 4, the radius of gyration rg is equal to root of I by m. It is equal to root of mr square by 4 by m. That is equal to r by 2. Example 4-ലുള്ള radius of gyration നമ്മളിപ്പോൾ ചെയ്തതല്ലേ എക്സാമ്പിൾ 4. ഇതിൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആർ ജി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് I by m ആണ്. I നമുക്ക് കിട്ടി, അത് ബൈ m ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് r by 2 കിട്ടും. ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ ഈ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ ഓക്കെ, അപ്പോൾ ഇതിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഇനി വരുന്ന ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഐ വിൽ ബി ഷെയറിങ് ദി നോട്ട്സ് ഓഫ് ദി പ്രോബ്ലംസ് ൻ്റെ റിട്ടേൺ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം വഴി ഷെയർ ചെയ്ത് തരാം. ബാക്കി തിയറി പോർഷൻസിൽ ലെക്ചർ നോട്ട്സ് ബെറ്റർ യു ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് മേക്ക് ലെക്ചർ നോട്ട്സ് ഫ്രം ദിസ് ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. സോ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ലെക്ചർ നോട്ട്സ് സ്വയം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുമല്ലോ ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ഡൗട്ട്സ് ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ കോൺസെപ്റ്റ് ഡീപ്പായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. So all of you try it. Okay, thank you.